കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികരിക്കാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും. അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് മാനസിക പീഡനത്തെക്കുറിച്ച് കുടുംബം വ്യക്തമാക്കുമ്പോഴും അധികൃതർ മൗനം തുടരുകയാണ്. കേരളം ഏറെ ഞെട്ടലോടെയാണ് മറ്റൊരു വിരുദ്ധ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ വാർത്ത കേട്ടത്. നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് നിതിൻ രാജിന്റെ വിയോഗത്തിലൂടെ പൊലിഞ്ഞത്. മകന്റെ വിയോഗത്തിന് പിന്നാലെ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന വിദ്യാഭ്യാസ കാലത്ത് മകന് നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രതികരിക്കുമ്പോഴും അധികാരികൾ മൗനം തുടരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ സസ്പെൻഷൻ എന്ന നടപടിയിൽ മാത്രം ഒതുക്കി തീർക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഇടപെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാനസിക പീഡനങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത് ഇരു വകുപ്പുകളുടെയും വീഴ്ചയാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.